എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നവംബർ 23 മുതൽ 30 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് കവർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. 2025 44ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൻ്റെ വേദി അത് ഡൽഹിയാണ്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നാണ് ഈ വർഷത്തെ മേളയുടെ തീം. മേളയിൽ UAE, ചൈന, ഇറാൻ, ദക്ഷിണ കൊറിയ, ഈജിപ്ത് എന്നിവരുൾപ്പെടെ 12 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പാർട്ട്ണർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ളത് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. ഫോക്കസ് സ്റ്റേറ്റ് ആയിട്ടുള്ളത് ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, G20 ഉച്ചകോടിയിൽ ഏതൊക്കെ രാജ്യങ്ങളുമായാണ് ഇന്ത്യ സാങ്കേതിക വിദ്യാ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചത്? അത് ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ സാങ്കേതിക വിദ്യ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചത്. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2026 21ാമത് G20 ഉച്ചകോടി വേദി അമേരിക്കയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടക്കുന്ന ആദ്യ G20 ഉച്ചകോടിയാണ് ഈ വർഷം കഴിഞ്ഞത്. 2025 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നുള്ളതാണ്. അതായത് സോളിഡാരിറ്റി, ഇക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് റോക്കറ്റ് ഏതാണ്? അത് ചെന്നൈയിലുള്ള സ്പേസ് കിഡ്സ് ഇന്ത്യ വികസിപ്പിച്ച വായുപുത്രയാണ്. അപ്പോൾ ചെന്നൈയിലുള്ള സ്പേസ് കിഡ്സ് ഇന്ത്യ എന്നുള്ള സ്ഥാപനം വികസിപ്പിച്ച വായുപുത്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് റോക്കറ്റ്. അടുത്തത്, ഹരിത ഗതാഗത മേഖലയിലെ മികവിന് കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ സിറ്റി വിത്ത് ബെസ്റ്റ് ഗ്രീൻ ട്രാൻസ്പോർട്ട് ഇനീഷ്യേറ്റീവ് അവാർഡ് ലഭിച്ചത് നമ്മുടെ കൊച്ചി മെട്രോയ്ക്കാണ്. അപ്പോൾ കൊച്ചി മെട്രോയ്ക്കാണ് കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ സിറ്റി വിത്ത് ബെസ്റ്റ് ഗ്രീൻ ട്രാൻസ്പോർട്ട് ഇനിഷ്യേറ്റീവ് എന്നുള്ള അവാർഡ് ലഭിച്ചത്. അടുത്തത്, വന്യമൃഗങ്ങളെ പരിചരിക്കാൻ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മൃഗസംരക്ഷണ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അത് കുപ്പാടിയിലാണ്. അടുത്തത്, പുതിയ ഭാരതീയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ അത് മലപ്പുറം ജില്ലയിലുള്ള കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് പുതിയ ഭാരതീയ ക്രിമിനൽ നിയമങ്ങൾ എന്ന് നോക്കാം. 3 എണ്ണമാണുള്ളത്. ആദ്യത്തേത് BNS ഭാരതീയ ന്യായ സംഹിത, അത് നമ്മുടെ IPC ഉണ്ടല്ലോ, ഇന്ത്യൻ പീനൽ കോഡ്, അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് BNS വന്നിട്ടുള്ളത്. അടുത്തത് CRPCനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് BNSS ആണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അടുത്തത് ഭാരതീയ സാക്ഷ്യ അധിനിയം, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തത്, കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കേരള വനം വകുപ്പ് വികസിപ്പിച്ച ഡ്രോൺ, അതിൻ്റെ പേരാണ് അസ്ത്ര V.1. അടുത്ത ചോദ്യം, ലാസ് വേഗാസ് ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റാപ്പൻ. അപ്പോൾ ലാസ് വേഗാസിലെ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റാപ്പൻ. ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയ അവസാന വിദേശ നിർമ്മിത യുദ്ധക്കപ്പൽ അത് INS തമാലാണ്. ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയ അവസാനത്തെ വിദേശ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാൽ. അടുത്തത്, ഇന്ത്യ പോസ്റ്റിൻ്റെ ആദ്യത്തെ ജെൻസി തീംഡ് പോസ്റ്റ് ഓഫീസ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് IIT ഡൽഹിയിലാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ച പഞ്ചായത്ത് അത് മലപ്പുറം ജില്ലയിലുള്ള തൃപ്രങ്ങോട് പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ചത്. അടുത്തത്, ആദ്യത്തെ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ആദ്യത്തെ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 12,000 വർഷങ്ങൾക്ക് ശേഷം സജീവമായ എത്യോപ്യയിലെ അഗ്നിപർവ്വതം
അത് ഹേലി ഗബ്ബിയാണ്. അടുത്ത ചോദ്യം, US ടെലികോം കമ്പനിയായ AST സ്പേസ് മൊബൈൽ നിർമ്മിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ബ്ലൂബേർഡ് 6ൻ്റെ വിക്ഷേപണത്തിന് നേതൃത്വം നൽകുന്നത് ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ്. അപ്പോൾ ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ് US ടെലികോം കമ്പനിയായ AST മൊബൈൽസ് നിർമ്മിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ബ്ലൂബേർഡ് 6ൻ്റെ വിക്ഷേപണത്തിന് നേതൃത്വം നൽകുന്നത്. വിക്ഷേപണ റോക്കറ്റ് ISROയുടെ LVM-3 ആണ്. 2025 നവംബർ 24 നാവികസേന കമ്മീഷൻ ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പൽ അത് INS മാഹിയാണ്. അടുത്തത്, തുടർച്ചയായ 2ാം തവണയും വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഇന്ത്യയാണ്. ഫൈനലിൽ 35-28 എന്നുള്ള സ്കോറിന് ചൈനീസ് തായ്പേയിയാണ് ഇന്ത്യ കീഴടക്കിയത്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ റിതു നേഗി. ഫൈനൽ മത്സരത്തിന് വേദിയായത് ബംഗ്ലാദേശിലെ ധാക്ക. ദേശീയ ക്ഷീരദിനം എന്നാണ്? നവംബർ 26. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. ലോക ക്ഷീരദിനം ജൂൺ 1 നവംബർ 26 തന്നെയാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിനർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്? നൃത്ത മേഖലയിലാണ് കുമുദിനി രജനീകാന്ത് ലഖിയ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ് ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. അടുത്ത ചോദ്യം, 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? അത് ഇറാനാണ്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അടുത്തത്, 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 23. 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാകുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂരിലാണ്. 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തത്, കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ഫൈനലിൽ നേപ്പാളിനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. അപ്പോൾ ഫൈനലിൻ്റെ വേദിയായിട്ടുള്ളത് ശ്രീലങ്കയിലുള്ള കൊളംബോയിലാണ്. TC ദീപികയാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ഇന്ത്യൻ ബാറ്റർ ഫൂല സരൺ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ നൂർ ഇനായത്ത് ഖാൻ. 74ാമത് മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് മെക്സിക്കൻ മോഡലായ ഫാത്തിമ ബോഷ് ആണ്. അപ്പോൾ 74ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്
മെക്സിക്കൻ മോഡലായ ഫാത്തിമ ബോഷ്. മത്സരത്തിൻ്റെ വേദിയായിട്ടുള്ളത് തായ്ലൻഡ് ആണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മ. 31ാം UN കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്ന രാജ്യം തുർക്കിയാണ്. യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സൂചികകളിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം. അപ്പോൾ യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സൂചികകളിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം. 2025 നവംബറിൽ GI ടാഗ് ലഭിച്ച മധ്യപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം പന്ന വജ്രം. അപ്പോൾ പന്ന ഡയമണ്ട്സിനാണ് 2025 നവംബറിൽ GI ടാഗ് ലഭിച്ചത്. അടുത്തത് 2025 നവംബറിൽ സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് സന്ദീപ് പ്രധാൻ. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നമ്പർ സീരീസ് 1600. അപ്പോൾ ഇനി മുതൽ ബാങ്കുകളിൽ നിന്നൊക്കെയുള്ള കോൾസ് 1600 സ്റ്റാർട്ട് ചെയ്യുക. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതി ക്രിയേറ്റീവ് കോർണർ പദ്ധതി. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമാപനത്തിൻ്റെ എത്രാം വാർഷികമാണ് ആഘോഷിക്കുന്നത്? 100ാം വാർഷികം. അടുത്തത് ലോക മത്സ്യബന്ധന ദിനം എന്നാണ്. അത് നവംബർ 21 ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം, ഇത് ആശയം എന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. റോഡ് ബ്ലോക്കാക്കി പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താനും ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ QR കോഡ് വഴി വിളിക്കാനും സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ റിംഗ്മി AI. 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ തകർന്നു വീണ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ്. കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വികസിപ്പിച്ച ആപ്പ്, അത് ഈ സാക്ഷിയാണ്. പോലീസ് ഓഫീസറുടെ ദൈനംദിന കേസന്വേഷണ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കേസ് ഡയറിക്ക് സമാനമായി ഈ ആപ്പ് ഡിജിറ്റൽ തെളിവായി ഉപയോഗിക്കാം. അപ്പോൾ ഈ ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ആസ്പിരൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ്, ക്വയറീസ്, ഡൗട്ട്സ് എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.